ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇരട്ടി ഫാമിലി. ഹർഷ ജിതീഷാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് സ്തനാർബുദത്തെ കുറിച്ച് തന്നെയാണ്. പക്ഷേ അത് ചെറുപ്പക്കാരിൽ സ്തനാർബുദം ഇന്ന് ഒത്തിരി കൂടുതലായിട്ട് കാണുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ പഴയ കാലഘട്ടങ്ങളിൽ നമുക്കൊരു പ്രായം ഉള്ളവർ, അതായത് ഒരു 50 വയസ്സ് അല്ലെങ്കിൽ 55 വയസ്സിന് ശേഷമൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് സ്തനാർബുദം കാണുന്നത്. അപ്പം നമുക്ക് ഈ ക്യാൻസറിനെ കുറിച്ച് ആധികാരികമായിട്ട് വലിയ അറിവുകളൊന്നും അക്കാലത്തില്ല. അപ്പം നമ്മൾ ചിന്തിക്കും, നമ്മൾക്കൊരു ഏജൊക്കെ ആയി, നമ്മുടെ ആ ഏജൊക്കെ ആയി കഴിയുമ്പം നമ്മുടെ ശരീരത്തിന് നമുക്ക് ബലങ്ങളൊക്കെ കുറയും. ആ ഒരു ടൈമിൽ ചിലർക്ക് വരുന്ന ഒരു സംഭവമായിരിക്കാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ പാരമ്പര്യമാണ്. ഈ ഒരു ക്യാൻസർ അല്ല, സ്തനാർബുദം മാത്രമല്ല, ഏത് ക്യാൻസറും പാരമ്പര്യമാണ് എന്ന് കരുതി പേടിയോടെ നോക്കിയിരിക്കുന്ന ആൾക്കാരുമുണ്ട്. കാരണം വ്യക്തിപരമായിട്ടും എല്ലാ വ്യക്തികൾക്കും നമുക്ക് പേഴ്സണലായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. കാരണം ഇന്നാണ് നമ്മൾ ഈ ക്യാൻസർ നമുക്ക് അധികം ഒത്തിരി വ്യാപിച്ചിരിക്കുന്നത്. പഴയ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞത് ഇതുപോലത്തെ വ്യാപനങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ ഒരു ചോദ്യത്തിന് ഒരു മറുപടിയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ചെറുപ്പക്കാരിൽ എന്തുകൊണ്ട് അധികമായി നമുക്ക് ക്യാൻസർ കാണുന്നു? പാരമ്പര്യം ഇല്ല എന്നല്ല, അതൊരു ചെറിയ ഘടകം മാത്രമാണ്. ആ പാരമ്പര്യത്തിലുള്ള ക്യാൻസർ തന്നെ ആയിരിക്കാം ഒരു 35 വയസ്സ് തൊട്ട് ഒരു 45 വയസ്സിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 30 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ വരുന്ന ഒരവസ്ഥ ഈ പാരമ്പര്യത്തിൻ്റെ ഘടകം തന്നെ ആയിരിക്കാം. പക്ഷെങ്കിൽ ഈ പല ടൈപ്പിലുള്ള ക്യാൻസറുകളുണ്ട്. അതായത് നമുക്ക് ഹോർമോൺ പോസിറ്റീവ് എന്ന് പറയുന്ന ഒരു ക്യാൻസറിന് ശരിക്കും നമുക്ക് വലിയ ടെൻഷനില്ല. കാരണം ഭൂരിപക്ഷം ആൾക്കാർക്ക് വരുന്ന ഒരു ക്യാൻസറാണ് എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ HER2 പോസിറ്റീവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു ക്യാൻസറിൻ്റെ ഒരു കാര്യം ട്രിപ്പിൾ നെഗറ്റീവിനെ കുറിച്ച് കുറച്ച് വിശദമായിട്ട് തന്നെയാണ്. കാരണം ട്രിപ്പിൾ നെഗറ്റീവ് ക്യാൻസർ ചെറുപ്പക്കാരെ തന്നെയാണ് കണ്ടെത്തുന്നത്. കാരണം ഈ ട്രിപ്പിൾ നെഗറ്റീവ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ വരെ ഡോക്ടേഴ്സ് അത് ജനിതകമാണോ എന്നൊക്കെ അവർ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ടെസ്റ്റുകൾ ചെയ്യുന്നവരും നമ്മളും പറയും, കാരണം നമുക്ക് പാരമ്പര്യമായിട്ടും ആർക്കുമില്ല. കാരണം നമ്മുടെ പേരൻസിൻ്റെ ആ ഒരു ലെവലുള്ള ആൾക്കാർ, പിന്നെ അവരുടെ ഒന്നും കൂടെ ഒരു അടുത്ത തലമുറ അല്ലെങ്കിൽ ഈ ഒരു 3 തലമുറ അവർക്കാർക്കും ഇതില്ലെങ്കിലും നമ്മുടെ എല്ലാവരുടെ ഒരു ജീനിൽ ഇതിൻ്റെ അവർക്കും ഉണ്ടാകാം, അവരുടെ ജീനിലുള്ളതിൻ്റെ ഒരു ഭാഗമായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ ജീനിലും അത് ഒളിച്ചു കിടക്കുന്നുണ്ടാകാം. അത് ചിലർക്ക് മാത്രം അത് പുറത്തേക്ക് വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് അങ്ങനെ ആ ഒരു ക്യാൻസറിനെ കുറിച്ചുള്ള ഒരു സംഭവം. പിന്നെ ബയോപ്സിയിലെ പഠനങ്ങളിൽ നമുക്ക് ഈസ്ട്രജൻ നെഗറ്റീവായിരിക്കാം, പിന്നെ പ്രൊജസ്റ്റോൺ നെഗറ്റീവായിരിക്കാം, പിന്നെ HER2 നെഗറ്റീവായിരിക്കാം. ഇത് 3 നെഗറ്റീവായ ക്യാൻസറിനെയാണ് നമ്മൾ ശരിക്കും ട്രിപ്പിൾ നെഗറ്റീവ് എന്ന് പറയുന്നത്. കാരണം സാധാരണ ക്യാൻസറിനെ അപേക്ഷിച്ച് ട്രിപ്പിൾ നെഗറ്റീവ് കുറച്ചും കൂടെ സ്പ്രെഡ് ആകാൻ സാധ്യതയുള്ളതും കുറച്ചും കൂടെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റും ഇന്ന് നന്നായിട്ടുണ്ട്. കാരണം ചെറുപ്പക്കാർ കാണുന്ന ഒരു ക്യാൻസറിലെ ഒരു ഭൂരിപക്ഷം ഇത് തന്നെ ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇന്ന് അതിനൊക്കെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. കാരണം നമുക്ക് ഈ കീമോയിൽ സാധാ ക്യാൻസറിനേക്കാളും ചിലപ്പോൾ കീമോ കൂടുതലായിട്ട് ഇതിന് എഫക്റ്റ് ചെയ്യും. കാരണം ഇത് ഏത് സ്റ്റേജാണ്, ഇത് ലെവലാണ്, ഇതൊക്കെ നോക്കിയിട്ടാണ് ഡോക്ടേഴ്സ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്നത്. പിന്നെ അതിന് നമുക്ക് റേഡിയേഷൻ ഉണ്ടാകാം, പിന്നെ ഇമ്മ്യൂണോതെറാപ്പി ഉണ്ടാകാം. നമുക്ക് ഹോർമോൺ തെറാപ്പി ഒന്നും ഇതിനാവശ്യമില്ല. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേറെ രീതിയിൽ കൂടി തന്നെയാണ് കടന്നു പോകുന്നത്. പിന്നെ ബ്രാക്ക എന്നുള്ള BRCA എന്ന് പറഞ്ഞ ഒരു ജനിതക കോശത്തിൻ്റെ തകരാറ് കൊണ്ട് കുറേ ആൾക്കാർക്ക്, അതായത് ഏകദേശം 20% ആൾക്കാർക്കും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാറുണ്ട്. പക്ഷേ എല്ലാവർക്കും വളരെ ഭീതികരമായിട്ട് നമ്മുടെ ഉള്ളിൽ ട്രിപ്പിൾ നെഗറ്റീവ് എന്നുള്ളൊരു സംഭവം എല്ലാവർക്കും ഒരു ഭീതികരമായിട്ട് തന്നെ നിൽക്കുകയാണ്. കാരണം നമ്മൾ ഗൂഗിളൊക്കെ എല്ലാവരും ഒരു ക്യാൻസർ ആണെന്ന് അറിയുന്ന ഏത് വ്യക്തി നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യും. പിന്നെ ഡോക്ടേഴ്സിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ നോക്കും. ട്രിപ്പിൾ നെഗറ്റീവിനെ കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്യും. ഈ ക്യാൻസർ പേഷ്യൻസ് അല്ലെ ക്യാൻസർ ഫൈറ്റേഴ്സ് എന്ത് പറയുന്നു എന്ന് നോക്കും. പിന്നെ പേഴ്സണലായിട്ട് നമ്മളെയൊക്കെ വിളിച്ചും ചോദിക്കും. ഈ ഓരോ കാര്യങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട, എല്ലാത്തിനും ട്രീറ്റ്മെൻ്റ് ഉണ്ട്. കാരണം ഏത് രീതിയിലുള്ള രോഗമാണേലും അതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ മനസ്സിൻ്റെ ബലവും കൂടെ നോക്കിക്കൊള്ളുക. പിന്നെ സർജറിയുടെ ടൈമിൽ ഇതൊക്കെ കറക്റ്റ് സർജറി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഡോക്ടേഴ്സ് ശരിക്കും നമുക്ക് കീമോ ഒക്കെ ചെയ്ത് നമുക്ക് നമ്മുടെ ഈ എത്ര സ്പ്രെഡ് ആയാലും അതിൻ്റെ മുഴയൊക്കെ കുറച്ച ശേഷം മാത്രമാണ് അവർ കീമോ ഒക്കെ ചെയ്യുന്നത്. അതിനുശേഷമാണ് പിന്നെ അവർ സർജറി ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഡോക്ടേഴ്സും ചെയ്യുന്നത്. അപ്പോൾ നമ്മളാരും ഒരു കാര്യങ്ങളെക്കുറിച്ചും അധികമായി ഒന്ന് വെറീഡ് ആകേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന് ഭൂരിപക്ഷം ആൾക്കാർക്കും, അതായത് ചെറുപ്പക്കാരിലും വരുന്ന ഒരു സംഭവം തന്നെയാണ് ഇത്. പക്ഷേ എല്ലാവർക്കും നമ്മളിപ്പം ഹോസ്പിറ്റലൊക്കെ ഞാൻ ചെല്ലുമ്പം എന്നോടൊക്കെ പലരും ചോദിക്കാറുണ്ട് ഏത് രീതിയിലുള്ള ക്യാൻസറാണ്.
പക്ഷെ എല്ലാ വ്യക്തികൾക്കും അത് തരം തിരിച്ച് എങ്ങനെയാണ് അങ്ങനെയൊന്നും അറിയില്ല. അവർ പറയാറുണ്ട് ഞങ്ങൾക്ക് ഹോർമോൺ തെറാപ്പി തരാറുണ്ട്, ചിലർക്ക് ഇമ്മ്യൂണോ തെറാപ്പി തരാറുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്, അതെന്താണ് അതിനെക്കുറിച്ച് അറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് സെക്കൻഡ് സ്റ്റേജാണ്, പക്ഷേ എനിക്കത് ഫസ്റ്റ് സ്റ്റേജാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കത് തേർഡ് സ്റ്റേജാണ്, പക്ഷെ നിങ്ങളുടെ ബ്രസ്റ്റിൽ ശരിക്ക് ട്യൂമർ മാത്രമാണ് റിമൂവ് ചെയ്തത്, പക്ഷെ എനിക്കൊരു ബ്രസ്റ്റ് ഫുൾ എടുത്ത് റിമൂവ് ചെയ്തു. ഇങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും പലരും സംസാരിക്കാറുണ്ട്. കാരണം ഇതൊക്കെ നമ്മുടെ ആശങ്കകളാണ്. കാരണം നമ്മൾ നല്ല ഡോക്ടേഴ്സിനെ തന്നെ സെലക്ട് ചെയ്യുക. ആ ഒരു ടൈമിൽ നമ്മൾക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് എന്താണോ അത് അവർ തന്നെ നമ്മൾ പറയും. ആ ട്രീറ്റ്മെൻറ്റ് നമ്മൾ കറക്റ്റായിട്ട് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംഭവം. പിന്നെ നമുക്ക് ഈ ക്യാൻസറൊക്കെ വരുന്ന ഒരു ടൈമിൽ നമ്മൾ പ്രത്യേകം നമ്മൾ അധികം ഫുഡ് കഴിക്കില്ല, അല്ലെങ്കിൽ ക്യാൻസർ ആണല്ലോ, അല്ലെങ്കിൽ നമുക്ക് പച്ചക്കറി മാത്രം കഴിച്ചാൽ മതി, അല്ലെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സ് മാത്രം കഴിച്ചാൽ മതി, അല്ല അങ്ങനെ കഴിക്കരുത് ഇങ്ങനെ കഴിക്കരുത്, അങ്ങനെ പറയുന്നവരും ഒത്തിരിയുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ശരീരം എപ്പോഴും നമ്മൾ എല്ലാ പോഷകസമൃദ്ധമായ ആഹാരം നമ്മുടെ ശരീരത്തിന് ആവശ്യം തന്നെയാണ്. ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് അധികം ഒന്നും കഴിക്കാൻ പറ്റിയില്ലേലും എല്ലാ ഫുഡിൻ്റെ പോഷകം നോക്കിയിട്ട്, അതായത് നമുക്ക് വെജിറ്റബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് മീറ്റ് കഴിക്കുന്നവർക്ക് അതായിരിക്കാം, മുട്ട കഴിക്കുന്നവർക്ക് അതായിരിക്കാം, അങ്ങനെ എല്ലാ രീതിയിലുള്ള പോഷകവും നമുക്ക് ശരീരത്തിൽ കിട്ടണം. കാരണം ഈ ഒരു മരുന്നുകളിൽ നമുക്ക് പ്രതികരിച്ച് പോകാനും പിന്നെ നമുക്ക് ഈ രോഗം തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ മെൻ്റൽ പവർ ഉഷാറാകാനും ഒക്കെ നമുക്കിത് ആവശ്യമാണ്.